മലയാളികളായ പെൺകൊച്ചുങ്ങൾ ഇത് ശ്രദ്ധിക്കണം. കാരണം ചതിക്കപ്പെടും. അവർ 21 വയസ്സ് കഴിഞ്ഞ് സോബർ മൂഡ് നല്ല ബുദ്ധിയും ബോധം വന്ന ശേഷം മാത്രമേ ഒരു പുരുഷനെ പറ്റി ചിന്തിക്കാവുള്ളതാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ ഇടയ്ക്കത്തെല്ലാം വികലമായ ചിന്തയും എങ്ങും ചെന്ന് അവർ ലൈഫേ സ്പോയിലായിപ്പോകും. അവർക്ക് നല്ല ബുദ്ധിയും വരും. ഗ്രാജുവേഷൻ കഴിയുമ്പം തന്നെ 15, 2, 17, 20, 21 വയസ്സ് കഴിയുമ്പോൾ തന്നെ ചിന്തിക്കാൻ അറിയാം. ലോകം കുറേ കണ്ടു, കുറേ വായിച്ചു, കുറേ കണ്ടു. സ്വയം തീരുമാനം എടുക്കുന്ന വയസ്സായിട്ട് എടുക്കുകയുള്ളൂ. 12 വയസ്സ് മുതൽ ഈ അതും ഇതും കണ്ട് ഒരു പക്വതയില്ലാത്ത കുട്ടികൾ എടുത്തു ചാടി അവരുടെ ജന്മയെ പാഴാവും. എത്ര പേരെ നമ്മൾ കാണുന്നുണ്ട്. 9ാം ക്ലാസ് കുട്ടി 2-3 സ്ഥലത്ത് പ്രസവിച്ചില്ലേ. ആ കൊച്ചു എന്നിട്ട് ആത്മഹത്യ ചെയ്ത്. ഇടുക്കി ജില്ലയിൽ കട്ടപ്പന ഒരു കൊച്ചു 9ാം ക്ലാസ്സിൽ പ്രസവിച്ചു. തിരുവനന്തപുരത്ത് കോട്ടണൽ സ്കൂളിലെ കുട്ടികൾ പ്രസവിച്ചു. ഇതൊക്കെ പറയുമ്പം അതൊന്നും പറയാൻ പാടില്ല എന്നാണ് പലരും പറയുന്നത്. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളല്ലേ, അത് അസത്യമായ കാര്യമല്ലല്ലോ, സത്യമായ. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഇത് പറ്റുന്നത്? അപ്പോൾ അവരെ നമ്മൾ ടൈം ചെയ്ത് ശരിയായില്ല. അല്ലെ, ആ കുട്ടിക്ക് കിട്ടിയ വിദ്യാഭ്യാസം എടുത്തു ചാടി സ്നേഹത്തിലും ലവ് അഫെയറിലും കാമുകനും കാമുകയൊക്കെ എന്തോ ത്രില്ല. അപ്പം റെസ്ട്രിക്റ്റ് ചെയ്യണം. 21 വയസ്സ് കഴിഞ്ഞിട്ടല്ലാതെ ഒരു പുരുഷനെ പറ്റി അല്ലെങ്കിൽ ഒരു സ്ത്രീയെ പറ്റി ചിന്തിക്കരുത് കുട്ടികൾ. അത് കവിയൊക്കെ വലിയ പോഴ്ത്തി ഒരു പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് സുഖമായ ഇടപാടാണ് മനസ്സെന്നൊക്കെ പറഞ്ഞ് വട്ടന്മാർ കവികൾ എഴുതി വെച്ചെന്നാണ് ഞാൻ പറയുന്നത്. കോൺട്രവേഴ്സ്യൽ ആകണ്ട. കാരണം അതൊന്നും ജീവിതത്തിൽ ഒരു 10,000 പേര് ലപ്പടിച്ചാൽ ഒരെണ്ണം ചിലപ്പം മരണം വരെ പോയെന്ന് വരും. ബാക്കിയെല്ലാം പ്രശ്നങ്ങളാണ്. നമ്മൾ ആലോചിച്ചെടുത്ത് വേണം തീരുമാനം. അതിന് പാകത വരണം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും 21 വയസ്സ്, അതാണ് ഇന്ത്യയുടെ കൺസെപ്റ്റ്. അങ്ങനെയാണ്. 10ാം ക്ലാസ് വരെ 15 വയസ്സ്, 2ാം ക്ലാസ് +2 17 വയസ്സ്, ഡിഗ്രി 20 വയസ്സ്. 20 വയസ്സിന് അവൻ്റെ ചിന്ത മാറും. നേരത്തെ അവനെ ഒരു പൈലറ്റാണോ ചിന്തിച്ചവന് ജീവിത യാഥാർത്ഥ്യം മനസ്സിൽ അതിനൊന്നും നടക്കത്തില്ല. അവൻ സാധാരണ കൂലിപ്പണിക്ക് വരെ പോകും ജീവിക്കാൻ വേണ്ടി. അതെ, അവന് അമ്മയോടുള്ള സ്നേഹം കൊണ്ടല്ല. അമ്മയല്ല ആദ്യം ഉപദ്രവിച്ച്. അത് മറന്നു പോകരുത്. അമ്മ അവനെ പ്രൊട്ടക്ട് ചെയ്തൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആദ്യം അടിച്ചത് അമ്മയാണ്. ഈ സീരിയൽ കില്ലിങ് തുടങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് അടി അമ്മയ്ക്കാണ്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ? അമ്മയെ ഉപദ്രവിച്ചു. അത് എന്നാന്നറിയോ, അത് ഈ മന്ത്രവാദത്തിലൊക്കെ അത് നമുക്ക് ഈ കുട്ടികൾ, ഈ ചെറുപ്പക്കാരായ 10-നകത്തുള്ള ചില കുട്ടികൾ അവരുടെ മൊബൈലിൽ കയറി ചില ഗെയിം കളിച്ച് എൻഡും കൊലപാതകത്തിൽ ചാടും. കൊലപാതകം ചെയ്യുന്നത് മാത്രമല്ല, ഇവൻ്റെ എൻഡാണ് അതിനകത്ത് പറയുന്നത്. അങ്ങനെ 2-3 കേസ് ഞാൻ കണ്ടിട്ടുണ്ട്. കെട്ടിടത്തിൽ നിന്ന് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു പയ്യൻ. അപ്പോൾ അതിനു മുമ്പ് അവന് ഈ കളിക്കുന്ന കളി മുഴുവൻ ഓരോ മർഡർ ടാർഗറ്റാണ്. ടാർഗറ്റിൻ്റെ എൻഡാണ് ഇതിൻ്റെ അവസാനം. അത് എത്രയോ ദിവസം കൊണ്ട് കളിച്ചിട്ടാണ് അവൻ അന്തരീക്ഷത്തിൽ കൂടെ പറന്നു പോകുന്നതാണ് അവൻ്റെ ധാരണ. അങ്ങനെയാണ് അന്തരീക്ഷത്തിൽ ചാടിയത്. ചാടിച്ചത്തും പോയി. കുറേ കുട്ടികൾ അങ്ങനെ ഉണ്ടല്ലോ കേരളത്തിൽ. അപ്പം കുട്ടികൾക്ക് ശരിയായ വിദ്യാഭ്യാസം കൊടുത്തിട്ടില്ല. അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല കേരളത്തിൽ. നമ്മളിപ്പം ആ ഷഹബാസ് കണ്ടില്ലേ, അവർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാന്ന് വിചാരിച്ചോണം. അവന് ആ ഏരിയയിലുള്ള പിള്ളേരെ ഒരു ഹീറോയാണ്. ഇവര് അടിയിൽ തോറ്റപ്പോൾ അവനെ ഇറക്കിയെന്നാണ് ഞാൻ പറയുന്നത്. അവനവിടെ ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന കുട്ടിയല്ല. അവിടെ പഠിക്കുന്നവരുടെ ഒരു വലിയ ഫാനാണ്. ഇവൻ്റെ ഫാനാണ് അവൻ ഇവനെ ഇറക്കി ബൈക്കിൽ കൊണ്ടുവന്നു തിരിച്ച് അവന് തല്ല് കിട്ടിയപ്പോൾ ആ ചെറുക്കനെ വീട്ടിൽ കൊണ്ടുപോയി ഇട്ടിട്ട് പോയി കളഞ്ഞു അവർ. കുട്ടികളല്ലേ. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ കുട്ടികൾ എങ്ങനെയാണ് ഈ മാനസികമായ ഇതുപോലെയുള്ള സിറ്റുവേഷനിലേക്ക് വളർന്നു വന്നത്. അത് അപ്പനെ അമ്മയും ഞാൻ കുറ്റം പറയുമോ, സാറുമാരെയും കുറ്റം പറയും. ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ.